കോഴിക്കോട് മഴയുണ്ടോ? പൊതുവെ മലബാറിലേക്ക് ഈ വടക്കൻ കേരളത്തിലേക്കുള്ള മഴയുടെ ഒരു ചിത്രം എങ്ങനെയാണ്? ശക്തമായ മഴയാണോ? മോത്തി, ഇന്നെന്തായാലും വടക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. പക്ഷേ അതിതീവ്രമായ മഴയുടെ ആ രീതിയിലേക്ക് എന്തായാലും രാവിലെ മഴ പെയ്യുന്നില്ല എന്നതാണ്. രാത്രിയിൽ മഴ പെയ്തിട്ടുണ്ടായി, പക്ഷേ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. അതും തന്നെയും അത്രയും അതിതീവ്രമായ മഴ ആയി പെയ്തില്ല എന്നതാണ്. പക്ഷേ ഈ രാവിലെ തന്നെ എല്ലായിടത്തും മൂടിക്കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ്. കോഴിക്കോട് നഗരത്തിലേതായാലും ഇപ്പോൾ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. കടലിലേക്ക് പോയാൽ കടലും ശാന്തമാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും ഈ രാവിലെ സമയങ്ങളിൽ ഇല്ല എന്നതാണ്. പക്ഷേ ഏതായാലും 24 മണിക്കൂറിൽ 50 സെൻറ്റിമീറ്റർ മഴ പെയ്തേക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പാണുള്ളത്. അതിനനുസരിച്ചുള്ള ജാഗ്രത എല്ലാവരും പുലർത്തണം എന്ന് ജില്ലാ ഭരണകൂടങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ ബാക്കി എല്ലാ സ്ഥാപനങ്ങൾക്കുമാണ്. മറ്റു ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മറ്റു ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഏതായാലും അവധി നൽകിയിട്ടില്ല എന്നതാണ്. ഏതായാലും ഈ കലക്ടർമാരുടെയൊക്കെ ഫേസ്ബുക്ക് പേജുകൾ എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്, എന്തുകൊണ്ട് അവധി നൽകിയിട്ടില്ല എന്നതൊക്കെയായി. ഏതായാലും ഈ റെഡ് അലേർട്ടിൻ്റെതായ രീതിയിൽ ഈ രാവിലെ മഴയില്ല എന്നതാണ്. നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ്. ഇവിടെ നടക്കാനൊക്കെയായി വന്ന ആളുകളുണ്ട്. ഇന്ന് റെഡ് അലേർട്ടാണ്. എന്നില്ലേ റെഡ് അലേർട്ടാണ്. അപ്പോൾ കോഴിക്കോട് ഇപ്പോൾ പെട്ടെന്ന് റെഡ് അലേർട്ട് ഇന്നലാണ് ഇപ്പോൾ പത്രങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിലിപ്പോൾ ഒരുപാട് പെട്ടെന്നുള്ള മഴയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഈ നഗരവാസികളിൽ പല വീടുകളിലും വെള്ളം കയറുമ്പോഴൊക്കെ ഉള്ളൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇതിലിപ്പോൾ ചുരൽമല പ്രശ്നം കഴിഞ്ഞ് ഒന്നിൻ്റെ മേലെ ഒന്ന്, കൂനിൻ്റെ മേൽ കുരു എന്നുള്ള റേഞ്ചിൽ ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ പല ആളുകളും വളരെ പ്രയാസത്തിലാണ്. അത് വല്ലാതൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത്. പിന്നെ വ്യാപാരം, മാന്ദ്യം എല്ലാം ഇതിൽ അനുഭവിക്കുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ സ്കൂളിലേക്കുള്ള പോക്ക്, കുട്ടികളിപ്പോൾ ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയാണ്. ഇന്ന് രാവിലെ ചെറിയൊരു ശമനം ഉണ്ടെന്നുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ, വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ റെഡ് അലർട്ട് പ്രവചിക്കുമ്പോൾ തന്നെ ഈ കുട്ടികൾക്ക് സ്കൂൾ അവധി കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കൊക്കെ പറയാനുള്ളത്. കുട്ടികൾ മഴ കൊണ്ട് പോയിട്ട് ആ ബെഞ്ചിലിരുന്ന് പല പ്രാവശ്യം ഞങ്ങൾ കണ്ടതാണ് കുട്ടികളുടെ ഈ പ്രയാസങ്ങൾ. അപ്പോൾ അതൊക്കെ കലക്ടർ മുൻകൂട്ടി കാണണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പറയുന്നത്. ഏതായാലും ഇന്ന് രാവിലെ മഴ മാറിക്കുന്നുണ്ട്, ജോഗിങ്ങിനൊക്കെ വന്നായിരിക്കും അല്ലേ? അതെ, ഡെയിലി വരുന്നതാണ്. അപ്പോൾ ഒന്ന് വന്നോക്കായിരുന്നു അങ്ങനെ വന്നത്. പറഞ്ഞതുപോലെ തന്നെയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏതായാലും വടക്കൻ ജില്ലകളിൽ കാര്യമായി മാനം തെളിഞ്ഞിട്ടില്ല. രാവിലെ ഈ മുന്നറിയിപ്പിൻ്റെതായ രീതിയിൽ ശക്തമായ മഴ പെയ്യുന്നില്ല എന്ന് തന്നെയാണ്. തീരദേശവും കടലുമൊക്കെ ശാന്തമാണ്. എങ്കിലും തീരദേശവാസികൾ, മലയോര മേഖലയിലുള്ള ആളുകളൊക്കെ അതീവ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് തന്നെയാണ്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകളൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾ കഴിവതും മാറി താമസിക്കണം. അതുപോലെ ഈ ചെറിയ മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളം കയറുന്ന താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരൊക്കെ പരമാവധി ജാഗ്രത പാലിച്ച് മാറി താമസിക്കുന്നതിന് തയ്യാറായി നിൽക്കണം എന്ന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും കൃത്യമായി പാലിക്കുക എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ.